ബഹളം ഉണ്ടാക്കില്ലേ സാർ? അതർ ബാങ്ക് ട്രാൻസാക്ഷൻ ആയതുകൊണ്ടായിരിക്കും. പൈസ എവിടെയും പോവില്ല. നമ്മൾ ഹെഡ് ഓഫീസിൽ ഒന്ന് വിളിച്ച് ഞാനത് ശരിയാക്കാം. അല്ല സാറിന് സാർ പ്ലീസ്. ഇത് എന്നാ പറച്ചിലാന്നേ? തോട്ടത്തിൽ പണിക്കാറുള്ളോണ്ടാ? ഇല്ല ഞാൻ തന്നെ പോയേനെ. സാർ ചിലപ്പോൾ ഓൾറെഡി ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. സാർ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യൂ. എത്ര ദിവസമായിട്ടോ പൈസ ഇട്ടിട്ട്? അളിയന്റെ അക്കൗണ്ട് വരെ പൈസ കയറിയിട്ടില്ല. സാർ ഞാൻ ഹെഡ് ഓഫീസിൽ നിന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. കഴിഞ്ഞ തവണ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ? ചിലപ്പോൾ SP-യുടെ ടെക്നിക്കൽ ഇഷ്യൂ ആവും. ഓ, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ സാർ. ഇപ്പോൾ നാളെ സാറിൻ്റെ അളിയൻ്റെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിരിക്കും, ഉറപ്പ്. ഒരു ദിവസം കൂടെ ഞാൻ നോക്കും. നാളെ അക്കൗണ്ടിൽ പൈസ അറിയില്ലല്ലേ? ഞാൻ പോലീസിനോണ്ടായിരിക്കും വരുന്നേ. എന്നാ ആന്റണി പോയേക്കുവാ. എന്നാച്ച്? ഇല്ല കുഴപ്പമൊന്നുമില്ല. നീ ഭക്ഷണം എടുത്ത് വയ്ക്കാം. ചെന്നൈ കൊണ്ടു. വിഷ്ണു SBI നേരിട്ട് പോകണം. NEFT ഇത്ര സമയമൊന്നും ആവശ്യമില്ല. ഒന്ന് അന്വേഷിക്കാം. ശരി, ഓക്കെ സാർ. ഈ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ സാർ. 23-ാം തീയതി ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താണല്ലോ. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഏത് ബ്രാഞ്ചാ? ഞങ്ങൾ ബേഡകമോ? അതെ. ആ ബ്രാഞ്ച് ഓപ്പൺ ആയിനാ? അല്ല, തുടങ്ങി 2 ആഴ്ചയായി. എന്തായാലും അങ്ങനെ ഒരു പൈസ ഇവിടെ വന്നിട്ടില്ല. നമസ്കാരമുണ്ട്. പ്രസിഡന്റ്, ഞാൻ വീട്ടിൽ വന്നിരുന്നു. അവൾ പറഞ്ഞു ഡെപ്പോസിറ്റിന്റെ കാര്യത്തിനല്ലേ? അതെ, അതെ. അതുകൊണ്ടാണ് വന്നത്. ഭാസ്കര വരൂ വരൂ. നമസ്കാരം. അതെ മാനേരെ, ഇത് എന്റെ പൈസ അല്ലപ്പ. ടൗണിലെ ബാങ്കിലുണ്ടായത് എൻഡോസൾഫാൻ ചികിത്സാ ഫണ്ട്. നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടാവുമ്പോ ആ പൈസയൊക്കെ ഈടെ കിടക്കട്ടെ എന്ന് നാട്ടാരെല്ലാരും കൂടെ തീരുമാനിച്ചു. അതെല്ലാം നന്നായി സാറേ, നന്നായി. റീമേ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും ക്യാഷ് ഡെപ്പോസിറ്റ് സ്ലിപ്പും. ഓക്കെ. ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞില്ലേ ക്യാഷ് റെഡി അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ മാനേജറോടൊന്ന് ചോദിക്കട്ടെ. സാറേ, മുസ്തഫ വന്നിട്ടുണ്ട്. വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. സാറേ, ഞാൻ കുറെ വിളിച്ചു നോക്കി, ബാങ്കിൽ ആരും ഫോൺ എടുക്കുന്നില്ല. ആ മുസ്തഫ കാശെടുക്കാൻ ബാങ്കിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിയേ പറ്റൂ. എങ്ങനെയെങ്കിലും തടയണം. വേഗം വാ. ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ തരാം. വിജയ് സാർ വിളിച്ച് പറഞ്ഞല്ലേ 2 ദിവസം കഴിഞ്ഞ് മൊത്തം പൈസ തിരിച്ചു തരാന്നാ പറയുന്നത്. അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവിടെ ഒരു ഗോൾഡ് ലോൺ വന്നാൽ കൊടുക്കാൻ പൈസയില്ല. പെറ്റി ക്യാഷ് പോലും കാലിയാണ്. ഒരു 1 ലക്ഷം ഹോൾഡ് ചെയ്യുവാണ്. ബാക്കി വിജയ് സാറിനോട് വിളിച്ചു പറഞ്ഞേക്കാം. നല്ല ആൾക്കാരാ. ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? സാർ, ആ മുസ്തഫ വന്ന് കാശ് വല്ലതും കൊണ്ടുപോയോ? ക്യാഷ് ഫുള്ള് വേണമെന്ന് പറഞ്ഞു വന്നായിരുന്നു. ഞാൻ കൊടുത്തില്ല. ഒരു 1 ലക്ഷം ഹോൾഡ് ചെയ്തിട്ടുണ്ട്. സാർ, ഒട്ടും സമയം കളയരുത്. എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണം. നാട്ടിൽ നിന്ന് പോകാനോ? എന്ത് നോൺസെൻസ് വിഷ്ണു. സാർ, എത്ര നേരമായിട്ട് ഫോൺ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഇവിടെ ഫോണൊന്നും വന്നിട്ടില്ല. നിങ്ങൾ ടെൻഷൻ അടിപ്പിയ കാര്യം പറ. സാർ, ആന്റണിയുടെ ഇഷ്യൂ അറിയാൻ ഞങ്ങൾ SBI വരെ പോയി. അവരുടെ അറിവിൽ ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല. അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ഇതൊരു പുതിയ ബ്രാഞ്ച് അല്ലേ? സർ, ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു. സർ, അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാത്രം ഇല്ല. അതാ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതായിരിക്കും. സർ, ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ കാണാം. എന്നിട്ട് സർ, അങ്ങനെ ഒരു എംപ്ലോയി അവർക്കില്ല. എന്താ വിഷ്ണു പറയുന്നത്? അങ്ങനെ ഒരു വഴിയില്ല. നിങ്ങൾക്ക് എന്താ അബദ്ധം പറ്റിയതാ? സർ, ഇവിടെ നിന്ന് പോസ്റ്റിംഗ്, ഈ ബ്രാഞ്ച്, സർ ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല. സർ, ഇതൊരു ഫേക്ക് ബാങ്ക് ആണ് സർ.
വാട്ട്? നമ്മൾ ഇത്ര നല്ലൊരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക വിഷ്ണു. നാട്ടുകാരുടെ കാശ്, ബട്ടന്റെ കാശ്, നമ്മുടെയൊക്കെ ജോലി. സാർ അതൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല. പോലീസുകാരും നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ രക്ഷപ്പെട്ടേ പറ്റൂ. സാർ പ്ലീസ്, ചാക്കോ പോയി താക്കോലോ. വാ പോ ലക്ഷ്മി വാ. സാർ ചായ അവിടെ വെച്ചേരും. ശരി. സാറേ, ഞാൻ ആരെങ്കിലും ന്യായീകരിക്കുകയെന്ന് വിചാരിക്കരുത്. സാധാരണക്കാരായ 5 പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ബേഡകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു. ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ. അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ. നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. കുറച്ചു മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല. എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു. കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം. പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയാം. സാർ, ഇയാളാണ് സാർ ഞങ്ങൾ ചതിച്ചത്. ഞങ്ങൾ നിരപരാധികളാണ്. അതെങ്ങനെയാ ശരിയാവുന്ന കൃഷ്ണകുമാരെ? ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ താനുമാരുടെ ചേർന്നിട്ടില്ലേ? താനെന്തോടെ വിചാരിച്ചേ? ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കാന്നോ? ആദ്യം അവനെ ഷോക്ക് നിർക്കാറോട്ടോ സാറേ. നീ അധികം വിളച്ചെടുക്കണ്ടടാ. നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നിന്നെ കൊണ്ടുവന്നുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നീ ദുബായിൽ കള്ളക്കടത്തുകാരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്ന് നീ മുങ്ങി. നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. അതോടെ തീരും നിന്റെ അഹങ്കാരം. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. വിഷ്ണു, നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ. ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല. ബാങ്കിന്റെ ബേഡകം ബ്രാഞ്ച് 3-4 മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനങ്ങ് വാങ്ങി 1 മാസം കൊണ്ട് പണി നിർത്തും. യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അടുത്തപ്പോഴോ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നുണ്ട്. ആർക്കും ഒരു സംശയം തോന്നിയില്ല. സാർ, എനിക്കൊരു കുടുംബമുണ്ട്. എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ. ഇമോഷണൽ ആവില്ലേ കൃഷ്ണകുമാറെ? ഞാൻ ഇന്റർവ്യൂ ചെയ്യപ്പോൾ ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന്? ഓർമ്മയില്ലേ? നിങ്ങൾ നിയമം ലംഘിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നോ സർ. ഇല്ല. ഇല്ല 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 സർ. പിടിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിയമം ലംഘിച്ചൊരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാ സാറേ. ചാക്കോ പാപം ചെയ്യത്തില്ല. കുറ്റബോധം കൊണ്ട് പിന്നെ സമാധാനം പോവും. പിടിക്കപ്പെടാത്ത ക്രൈം അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും പിടിക്കും. നെവർ സർ. കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല സർ. കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു മർഡർ കേസ് ഉണ്ടല്ലോ.
മനഃപൂർവ്വമല്ലല്ലോ. കരിങ്കൽ പട്ടിയിലെ റെഡ് ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ തൻ്റെ ഭാര്യ അഴുകി. അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി. പിടിച്ചാ ജീവപര്യന്തം രണ്ടാക്കും. ഒരു ഫോൺ കോൾ മതി. ചെയ്യല്ലേ, ഇവർക്കൊരു മോളുള്ളതല്ലേ. ഇയാള് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ ചെയ്ത് പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല. ഇതൊരു ഫേക്ക് ബാങ്കാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമം. 2 മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും. കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും. അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചതിനും ബട്ടൻ്റെ നിന്ന് പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നാളെ മുതൽ ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് പ്രവർത്തിക്കണം. ഞങ്ങൾ പറയുന്നവരെ ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ സ്കാമിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട്. മുസ്തഫ സാർ, ഇവരെ കൊണ്ടുവിടും. ഓക്കെ സാർ. ഇനിയിപ്പോ സത്യം അറിഞ്ഞ സ്ഥിതിക്ക് അവരെ എങ്ങനെ പഴയ പോലെ വെറുതെ വിടാൻ പറ്റുമോ? അവരെന്ത് ചെയ്താലും ഞാൻ അറിയും. കാരണം കൂട്ടത്തിൽ ഒരാൾ എൻ്റെ ആളാണ്.